ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കുഞ്ഞിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ഇന്ന് അവന് വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ ബോയ്സിനെയും വിളിച്ചിട്ട് ഒരു ബോയ്സ് പാർട്ടി ആയിരുന്നു. എല്ലാത്തിനെയും കൂടെ ഞങ്ങൾ മാക്ഡൊണാൾഡിലാട്ടോ കൊണ്ടുപോയത്. എനിക്കറിയത്തില്ല, തിങ്കളാഴ്ച തിരിച്ച് സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് ഇത് പറയാമെന്ന്. അവർ പറഞ്ഞു, പിന്നെ അതൊന്നും കുഴപ്പമില്ല, സ്കൂള് മാറുക അതിലും ഭേദം അവരറിയുന്നതിനേക്കാളെന്ന്. സാധാരണ എല്ലാ വർഷവും ഞാൻ ഇവൻ്റെ ക്ലാസ്സിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ മാക്ഡൊണാൾഡിലല്ല, എന്തെങ്കിലും ഒരു ചെറിയ പോസ്റ്റിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അത് ആഘോഷിക്കാറുണ്ട്. ഇത്തവണ ഞാൻ വിചാരിച്ചൊരു ബോയ്സ് പാർട്ടി നടത്തിയേക്കാന്ന്. ആദ്യം അവനോട് ചോദിച്ചു ആരെയാടാ വിളിക്കേണ്ടതെന്ന്. അവൻ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സാണ്. അത് മാത്രമല്ല, ഇവനെ ഉണ്ടല്ലോ ക്ലാസ്സിലെ പിള്ളേരുടെ എല്ലാ ബർത്ത്ഡേക്കും എല്ലാവരും ഇവനെ വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഒരാളെയായിട്ട് ഒഴിവാക്കുന്നത്? ഇവൻ എല്ലാവരുടെയും പോയി കൂടുന്നതല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരാരെ മാത്രം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ. അപ്പോൾ ആൺകുട്ടികളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി അവിടെ മാക്ഡൊണാൾഡ് പൊളിച്ചടുക്കിയെന്ന് പറയാം. എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എല്ലാവരുടെയും കൂടെ അവൻ കൂട്ടുകൂടി ഇങ്ങനെ വളരുന്നത് കാണുമ്പം അമ്മ എന്ന നിലയിൽ എനിക്ക് നല്ല സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലേ. കുഞ്ഞുണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ്റെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2-3 പേരുള്ളെന്ന് വിചാരിച്ചെടുത്ത് ഇങ്ങനെ വലിയൊരു പാർട്ടി കിട്ടിയില്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.